Hi everyone. Today we are going to discuss about mitosis. ഒരു ഓർഗാനിസത്തിൻ്റെ ബേസിക് ലെവൽ എന്ന് പറയുന്നത് സെൽസ് ആണ്. സോ സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് തന്നെ പറയാം. സോ ഈ സെല്ല് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ദെൻ ടിഷ്യൂസ് ജോയിൻ ടുഗെദർ ടു ഫോം ഓർഗൻസ്. ദെൻ ഓർഗൻസ് ജോയിൻ ടുഗെദർ ടു ഫോം ഓർഗൻ സിസ്റ്റം ആൻഡ് ഫൈനലി ഇൻ ടു ആൻ ഓർഗാനിസം. സോ ഒരു ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസിക് യൂണിറ്റ്സ് ആയിട്ടുള്ള സെൽസ് ഡിവൈഡ് ചെയ്യണം. സോ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ബയോളജിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് ദ സെല്ലുലാർ ലെവൽ. സോ മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പാരൻറ്റ് സെല്ല് ഉണ്ടാവും. ഈ പാരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് രണ്ട് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ ന്യൂക്ലിയായി ഫോം ചെയ്യുന്നത്. സോ പാരൻറ്റ് സെൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലുള്ള സെയിം ലെവലിലുള്ള ഡോട്ടർ ന്യൂക്ലിയ അല്ലെങ്കിൽ ഡോട്ടർ സെൽസ് ആയിരിക്കും മൈറ്റോസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്? എന്തിനു വേണ്ടിയിട്ടാണ് മൈറ്റോസിസ് നടക്കുന്നത്? നോർമലി ഒരു ഓർഗാനിസം ഗ്രോ ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ എന്തെങ്കിലും ടിഷ്യൂസ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ആ ടിഷ്യൂസ് റിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈറ്റോസിസ് നടക്കുന്നത്. സോ സെൽ സൈക്കിളിൽ ഒരു കോംപ്ലക്സ് സീരീസ് ഓഫ് ഈവൻറ്റ്സ് ഉള്ള ഒരു പ്രോസസ്സാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ അത് റിപ്പീറ്റിംഗ് ആയിരിക്കും. സീക്വൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സോ സെൽ സൈക്കിളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ടാവും. മൈറ്റോസിസിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റേജസ് ആണ് ഇൻ്റർഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇനി നമുക്ക് ഓരോ ഫേസിലും എന്തെല്ലാം ചേഞ്ചസ് ആണ് സെല്ലിൽ നടക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നോർമലി ഒരു പാരൻറ്റ് സെല്ല് ഉണ്ടാവും. ഈ പാരൻറ്റ് സെല്ലിന് ഒരുപാട് ചേഞ്ചസ് നടന്നിട്ടാണ് ഈ പാരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഡോട്ടർ സെല്ലായിട്ട് മാറുന്നത്. സോ പാരൻറ്റ് സെല്ലിൽ നിന്ന് ഡോട്ടർ സെൽ ആവാൻ വേണ്ടിയിട്ട് സെല്ലിന് ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോകണം. സോ എല്ലാ ചേഞ്ചസും ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ സ്റ്റേജസിലും എന്തെല്ലാം ചേഞ്ചസ് ആണ്, എന്തെല്ലാം മോഡിഫിക്കേഷൻ ആണ്, ചില സ്ട്രക്ചേഴ്സ് അപ്പിയർ ചെയ്യും, ചില സ്ട്രക്ചേഴ്സ് ഡിസപ്പിയർ ചെയ്യും, എന്നിട്ടാണ് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നത്. സോ എന്തെല്ലാം ചേഞ്ചസ് ആണ് ഓരോ സ്റ്റേജസിലും നടക്കുന്നതെന്ന് നോക്കാം. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റേജാണ് ഇൻ്റർഫേസ്. നോർമലി ഇരുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആവശ്യമാണ്. സോ സെൽ ഡിവിഷൻ ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്താനായിട്ടുള്ളൊരു പ്രിപ്പറേറ്ററി ഫേസ് ആണ് ഈ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസിൽ മെയിനായിട്ടും സെൽ പ്രിപ്പയർസ് ഫോർ മൈറ്റോസിസ്. സോ ഇൻ്റർഫേസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൈറ്റോസിസിൻ്റെ സ്റ്റേജസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മൈറ്റോസിസ് നടക്കാൻ വേണ്ടിയിട്ട് സെല്ല് അതിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്റ്റേജിൽ കുറച്ച് ചേഞ്ചസ് എല്ലാം സെല്ലിൽ നടക്കും. അതിൽ മെയിനായിട്ടുള്ള ചേഞ്ചാണ് ദി അണ്ടർഗോ ഗ്രോത്ത് ആൻഡ് DNA റെപ്ലിക്കേഷൻ. അതായത് ഒരു സെല്ല്, നോർമൽ സെല്ലിൻ്റെ സൈസ് എൻലാർജ് ചെയ്യും. അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ സെല്ലിൻ്റെ അകത്ത്, ന്യൂക്ലിയസിൻ്റെ അകത്ത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട്. ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്യും. ഈ ഒരു ഇൻ്റർഫേസിന് വീണ്ടും 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് G1 ഫേസ്, S ഫേസ് ആൻഡ് G2 ഫേസ്. G1 ഫേസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് 1 ഫേസ് ആണ്, ഓർ ഗ്രോത്ത് ഫേസ് 1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് സെല്ലിൻ്റെ ഗ്രോത്ത് ആണ്. അതായത് സെല്ല് സൈസ് ഇൻക്രീസ് ചെയ്യും, അവരുടെ പ്രോട്ടീൻ സിന്തസിസ് എല്ലാനും സ്പീഡിൽ നടക്കും, നോർമൽ ഫങ്ഷൻ ആയിരിക്കും അവിടെ സെല്ല് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എസ് ഫേസ്. ആൻഡ് എസ് സ്റ്റാൻഡ്സ് ഫോർ സിന്തസിസ് ഫേസ്. അതായത് DNA റെപ്ലിക്കേറ്റ് ചെയ്യും. സെല്ലിൻ്റെ അകത്തുള്ള DNAൻ്റെ റെപ്ലിക്കേഷനാണ് എസ് ഫേസിൽ നടക്കുന്നത്. ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഐഡൻറ്റിക്കൽ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഫോർ ഈച്ച് ക്രോമസോം. ഓരോ ക്രോമസോമിനും അതിൻ്റെ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഫോം ചെയ്യും എസ് ഫേസിൽ. നെക്സ്റ്റ് തേർഡ് ഫേസ് ആണ് G2 ഫേസ് ഓർ ഗ്യാപ്പ് ഫേസ് 2 അല്ലെങ്കിൽ ഗ്രോത്ത് ഫേസ് 2 എന്ന് പറയാം നമുക്ക്. ആൻഡ് ഈ ഒരു ഫേസിലും സെല്ല് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് പ്രിപ്പയർസ് ഫോർ സെൽ ഡിവിഷൻ. G2 ഫേസ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി മൈറ്റോസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൽ സൈക്കിൾ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ആ സെൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇൻ്റർഫേസ്. ഇൻ്റർഫേസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റേജസ്. ഫസ്റ്റ് ഫേസ് ആണ് G1 ഫേസ്. G1 ഫേസിൽ സെൽ ഗ്രോത്ത് ആണ് നടക്കുന്നത്. ദെൻ എസ് ഫേസ്, സിന്തസിസ് ഫേസിൽ DNA സിന്തസിസ് ആണ് നടക്കുന്നത്. വീണ്ടും സെല്ല് ഗ്രോ ചെയ്യുന്നു.
ദാറ്റ് ഈസ് G2 ഫേസ്. G2 ഫേസിന് ശേഷമാണ് മൈറ്റോസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് മൈറ്റോസിസിൻ്റെ സ്റ്റെപ്സ്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ഫൈനലി ടീലോഫേസ്. ഈ ഒരു പിക്ചർ നോക്കിയാൽ കാണാം, ഓരോ സ്റ്റേജിലും മൈറ്റോസിസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെല്ലിന് പല രീതിയിലുള്ള ചേഞ്ചസ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് ആണ് പ്രോഫേസ്. ഈ ഒരു സ്റ്റേജിൽ മൈറ്റോസിസിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് ക്രോമസോം എല്ലാം കണ്ടൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ നിങ്ങൾക്ക് ക്രോമസോംസ് കാണാം. സോ ഈ ക്രോമസോംസ് എല്ലാം നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിരിക്കും ക്രോമസോംസ്. ഇതാണ് ക്രോമസോംസ്. സോ ക്രോമസോംസ് കണ്ടൻസ് ചെയ്യും ആൻഡ് ദേ ബിക്കം വിസിബിൾ അണ്ടർ എ മൈക്രോസ്കോപ്പ്. ദെൻ ഈ ക്രോമസോം കാണുന്നത് ന്യൂക്ലിയസിന് അകത്താണ്. ദെൻ ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ടൊരു ന്യൂക്ലിയർ എൻവലപ്പ് പ്രസൻ്റ് ആണ്. ദിസ് വൺ ഈസ് ദ ന്യൂക്ലിയർ എൻവലപ്പ്. ഈ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. സോ ദ ന്യൂക്ലിയർ എൻവലപ്പ് ബിഗിൻസ് ടു ബ്രേക്ക് ഡൗൺ. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പിൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ്. സെൽ ഡിവിഷൻ്റെ സമയത്ത് മാത്രം അപ്പിയർ ചെയ്യുന്നൊരു സ്ട്രക്ചറാണിത്. സോ പ്രോഫേസിൽ ഈ മൈറ്റോട്ടിക് സ്പിൻഡിൽ അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. സോ മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പ്രോഫേസിൽ ക്രോമസോംസ് കണ്ടൻസ് ചെയ്യും, ദേ ബിക്കം ക്ലിയർലി വിസിബിൾ, ദെൻ ന്യൂക്ലിയർ എൻവലപ്പ് ബിഗിൻസ് ടു ബ്രേക്ക് ഡൗൺ, ദെൻ മൈറ്റോട്ടിക് സ്പിൻഡിൽ സ്റ്റാർട്ട്സ് ടു ഫോം. പ്രോഫേസ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഫേസ് ആണ് മെറ്റാഫേസ്. സോ നമുക്ക് നോക്കിയാൽ കാണാം, പ്രോഫേസിൽ സെല്ലിരുന്ന പോലെയല്ല ഇപ്പോൾ മെറ്റാഫേസിൽ സെല്ലിരിക്കുന്നത്. ഈ ക്രോമസോംസ് എല്ലാം സെൻറ്ററിൽ വന്നിട്ട് അലൈൻ ചെയ്യും. സോ മെറ്റാഫേസ് എന്ന ഫേസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ ക്രോമസോംസ് അലൈൻ അറ്റ് ദ സെൽസ് ഇക്വേറ്റർ. സെല്ലിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് അല്ലെങ്കിൽ സെല്ലിൻ്റെ ഇക്വേറ്ററിൽ വന്നിട്ട് ഈ ക്രോമസോംസ് എല്ലാം അലൈൻ ചെയ്യും. അവിടെ ഒരു മെറ്റാഫേസ് പ്ലേറ്റിൻ്റെ ഫോർമേഷനാണ് നടക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇതൊരു സെല്ലുമായിട്ട് മാറാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോംസ് രണ്ട് ഡോട്ടർ സെല്ലിനും, ഇത് ആദ്യത്തെ ഡോട്ടർ സെൽ, ഇത് സെക്കൻഡ് ഡോട്ടർ സെൽ. സോ ഈ രണ്ട് ഡോട്ടർ സെല്ലിനും ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോംസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റാഫേസ് പ്ലേറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ഇവിടുന്ന് ഈ ക്രോമസോംസ് ഇനി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലിലേക്കും പോകും. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ മെറ്റാഫേസിൽ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ക്രോമസോംസിൻ്റെ അലൈൻമെൻറ്റ് ആണ് അറ്റ് സെൽസ് ഇക്വേറ്റർ ഫോമിങ് എ മെറ്റാഫേസ് പ്ലേറ്റ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജിലാണ് അനാഫേസ്, ക്രോമസോമിൻ്റെ പുള്ളിങ് നടക്കുന്നത്. ഈ സെൻറ്ററിൽ അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ക്രോമസോമിന് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഒന്ന് ഈ സെല്ലിലേക്കും സെക്കൻഡ് സെല്ലിലേക്കും ഈ ക്രോമസോംസിന്, ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന് പുൾ ചെയ്ത് കൊണ്ടുപോകും. അതാണ് അനാഫേസ്. സോ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് അതായത് ഐഡൻറ്റിക്കൽ കോപ്പീസ് ആണ്, ക്രോമസോമിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ആണ്. ആൻഡ് ദേ ആർ പുൾഡ് അപ്പാർട്ട് ആൻഡ് മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് എൻഡ്. അതായത് ഓരോ സെല്ലിൻ്റെയും ഓപ്പോസിറ്റ് എൻഡിലേക്ക് ഈ ഒരു ക്രോമസോം മൂവ് ചെയ്യും. So that is the main feature of anaphase stage. Sister chromatids are pulled apart and they move towards opposite poles of the cell. So chromatids ഈ ഒരു സെല്ലിൻ്റെ പോളിൽ എത്തിക്കഴിയുമ്പോഴാണ് ടീലോഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്രൊമാറ്റിഡ്സ് റീച്ച് ദ പോൾസ് ആൻഡ് ഡീകണ്ടൻസ്. ആദ്യം ഈ ക്രോമസോമിന് കണ്ടൻസേഷൻ നടന്നിരുന്നു. ആ കണ്ടൻസേഷൻ നടന്നത് ഇപ്പോൾ സെൽ ഡിവിഷൻ കഴിഞ്ഞു, മൈറ്റോസിസ് കഴിഞ്ഞു. സോ അത് ഡീകണ്ടൻസ് ചെയ്യും. ആദ്യം സെല്ലിന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് ഡിസപ്പിയർ ചെയ്ത് പോയ ഓർഗനൽസ് എല്ലാം ഇവിടെ വന്നിട്ട് റീഅപ്പിയർ ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ചെയ്തു എന്ന്. സോ ഈ ഒരു ടീലോഫേസ് ആകുമ്പോഴേക്കും ഇവിടെ ന്യൂക്ലിയർ എൻവലപ്പ് റീഅപ്പിയർ ചെയ്യും. ദിസ് ഈസ് എ ന്യൂക്ലിയർ എൻവലപ്പ്. ദെൻ ഓൾസോ വി ക്യാൻ സീ ദ ന്യൂക്ലിയോലസും ഇവിടെ റീഅപ്പിയർ ചെയ്യും. സോ ഓരോ സെറ്റ് ഓഫ് ക്രോമസോമിൻ്റെ ചുറ്റുമായിട്ട് ന്യൂക്ലിയർ എൻവലപ്പ് റീഫോം ചെയ്യും. ദാറ്റ് ക്രിയേറ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയൈ വിതിൻ ദ സെൽ. ഇപ്പോഴും സെല്ല് കംപ്ലീറ്റ് ആയിട്ട് രണ്ടെണ്ണം ആയിട്ടില്ല. ആ സെല്ലിൻ്റെ അകത്ത് തന്നെയാണ് രണ്ട് ന്യൂക്ലിയസും രണ്ട് പോൾസിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ടീലോഫേസിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് ക്രൊമാറ്റിഡ്സ്
reach the pole and they undergo decondensation. Nuclear envelope reforms, nucleolus reappear. കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സെപ്പറേറ്റ് ഡോട്ടർ ന്യൂക്ലിയെ ഫോം ചെയ്യണമെങ്കിൽ ഈ ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസിൽ മെയിനായിട്ട് നടക്കുന്നത് ഈ ഒരു സെൽ മെംബ്രെയിൻ ഇവിടുന്ന് പിൻ ചെയ്യും. ഇറ്റ് ഡിവൈഡ്സ് ദ സൈറ്റോപ്ലാസം ആൻഡ് ഓർഗനൽസ് ഇൻ ടു 2 സെപ്പറേറ്റ് ഡോട്ടർ സെൽ. 2 സെപ്പറേറ്റ് ഡോട്ടർ സെല്ലായിട്ട് മാറും. സോ സൈറ്റോകൈനസോട് കൂടി ഈ ഒരു സെൽ ഡിവിഷൻ പ്രോസസ്സ്, അതായത് മൈറ്റോസിസ് കംപ്ലീറ്റഡ് ആവും. സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്ക് ആ ഒരു ഡിഫറൻസ് നോക്കാം. സൈറ്റോകൈനസിസ് ഇൻ ആനിമൽ സെൽസ് ആൻഡ് പ്ലാന്റ് സെൽസ്. ഇവിടെ പിക്ചറിൽ കാണാം, ആനിമൽ സെല്ലിൽ ആ ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നത് ആ സെൽ മെംബ്രെയിൻ പിഞ്ച് ഓഫ് ചെയ്തിട്ടാണ്. അതിനെയാണ് നമ്മളൊരു ക്ലീവേജ് ഫറോ എന്ന് വിളിക്കുന്നത്. സോ ഒരു ക്ലീവേജ് ഫറോൻ്റെ ആക്ഷൻ വഴിയായിട്ടാണ് ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള സെല്ല് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് പ്ലാന്റ് സെൽ അവിടെ ഒരു ക്ലീവേജ് ഫറോ അല്ല, സെൽ പ്ലേറ്റിൻ്റെ ഫോർമേഷനാണ് നടക്കുന്നത്. ബിക്കോസ് നമുക്കറിയാം പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് ആണ്. ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല, പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്. സോ പ്ലാന്റ് സെല്ലിന് ഈ ഒരു ക്ലീവേജ് ഫറോ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ബിക്കോസ് ദേ ഹാവ് എ റിജിഡ് സെൽ വാൾ. സോ ദേ കനോട്ട് അണ്ടർഗോ ക്ലീവേജ് ലൈക്ക് ആനിമൽ സെൽ. സോ ഇൻസ്റ്റെഡ് അവർ ഈ ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്തിട്ടാണ് ആ ഒരു സെല്ല് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ആനിമൽ സെൽസ് അണ്ടർഗോ ക്ലീവേജ് വിത്ത് എ ക്ലീവേജ് ഫറോ, വൈൽ പ്ലാന്റ് സെൽസ് ഫോം എ സെൽ പ്ലേറ്റ് ദാറ്റ് ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ സെൽ വാൾ. സോ ഇത്രയാണ് മൈറ്റോസിസ് ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. So now we can look on to the summary. The main purpose of mitosis നടക്കുന്നത് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ടിഷ്യൂ റിപ്പയറിനും വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ഈവൻറ്റ്സ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ദെൻ ക്രോമസോമിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. ദേ അലൈൻ അറ്റ് ദ സെൽസ് ഇക്വേറ്റർ ഡ്യൂറിങ് മെറ്റാഫേസ്. ദെൻ അവരുടെ സെപ്പറേഷൻ 2 ഡിഫറെൻറ്റ് പോൾസിലേക്കുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. Then it form 2 distinct nuclei also. Then മൈറ്റോസിസിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് 2 ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസ് കിട്ടും. ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ എന്ന് പറയാൻ കാരണം ഇവിടെ പ്രത്യേകിച്ച് DNA ക്രോസിംഗ് ഓവർ ഒന്നും നടക്കുന്നില്ല, ജനറ്റിക് മെറ്റീരിയലിൻ്റെ ക്രോസിംഗ് ഓവർ ഒന്നും നടക്കുന്നില്ല. കംപ്ലീറ്റ്ലി എങ്ങനെയാണോ പാരൻറ് സെൽ ഇരുന്നത് അതേപോലെ തന്നെയുള്ള 2 ഡോട്ടർ സെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് മൈറ്റോസിസിൻ്റെ ഭാഗമായിട്ട് 2 ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെല്ലായിരിക്കും നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ആൻഡ് മെയിൻ ഇമ്പോർട്ടൻസ്, ഇറ്റ് മെയിൻറ്റെയിൻസ് ദി ജനറ്റിക് സ്റ്റെബിലിറ്റി ആൻഡ് എൻഷുവേഴ്സ് ആക്യുറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. എത്ര ജനറ്റിക് മെറ്റീരിയൽ ആണോ പാരൻറ്റിൽ ഉണ്ടായിരുന്നത് അത്രയും തന്നെ ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും മൈറ്റോസിസ് നടന്നിട്ട് ഡോട്ടർ ന്യൂക്ലിയയിലും പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ദാറ്റ് മെയിൻറ്റെയിൻസ് ദി ജനറ്റിക് സ്റ്റെബിലിറ്റി.